हाउस नंबर 426 किधर है? ऊपर है। ഇവിടെ ആരുമില്ല. ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് കുട്ടിയെ പോന്നു വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞുതരാം. സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലെ തൊട്ടുള്ളതാ. ശ്വാസം മുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടെന്ന് പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല. ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാവോ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ? ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.